ശ്രദ്ധിച്ച് കേൾക്കുക, സാഗൂതം കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള യുക്തിവാദികൾക്കും നാസ്തികൾക്കും പറഞ്ഞു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ വാക്കുകളാണ് ഈ പരിശുദ്ധ ഖുർആനെങ്കിൽ, അള്ളാന്റെ റസൂല് തന്റെ ഇഷ്ടപ്രകാരം കെട്ടിച്ചമച്ചതാണ് ഈ പരിശുദ്ധ ഖുർആനെങ്കിൽ, എന്തെങ്കിലും ഒരു ലക്ഷ്യം അള്ളാന്റെ റസൂലിനുണ്ടാകണമായിരുന്നു. ഈ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാരണം, പ്രചരിപ്പിച്ചത് കാരണം പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന് ഈ പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകണമായിരുന്നു. എന്നാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നിന്റെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലോകത്തിന്റെ രക്ഷിതാവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉജ്ജ്വലമായ തൗഹീദിന്റെ വചനം അങ്ങ് പ്രഖ്യാപിച്ചപ്പോ, ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിന്റെ നാൾവടിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചപ്പോ അവിടുന്ന് അങ്ങോട്ട് പ്രവാചകന് ലഭിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ? അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹിക്ക് ലഭിച്ചത് എന്താണ്? സ്വീകാര്യതയാണോ? പൂമാലകളും പൂച്ചെണ്ടുകളും അഭിനന്ദനങ്ങളും ഹർഷാരവങ്ങളും അനുമോദനങ്ങളുമാണോ റസൂലുള്ളാഹിക്ക് ലഭിച്ചത്? ഒരിക്കലുമല്ല. അവിടുന്ന് അങ്ങോട്ട് പ്രവാചകനെ കാത്തിരുന്നത് കല്ലുകളും മുള്ളുകളും അതിപ്രയാസകരമായ നാൾവഴികളാണ്. വളരെയധികം പ്രയാസം സഹിക്കേണ്ടി വരുന്ന വഴികളാണ് പിന്നീട് പ്രവാചകനെ കാത്തു നിൽക്കുന്നത്. ദാരിദ്ര്യം മാത്രമായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായിരുന്നത്.